ഉള്ളവരെ ലോഗോസ് ക്യൂസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാനും ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോവുക 2026 ലോഗോസിൻ്റെ പഠന ഭാഗമായ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 40 ചോദ്യോത്തരങ്ങളാണ്. ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും നേടുവാൻ സഹായിക്കുന്ന തരത്തിൽ 100 പരീക്ഷകൾ അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഈ 100 പരീക്ഷകൾക്കും കൂടി ആകെ 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പരീക്ഷയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് 300 രൂപ അയച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും അതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുമല്ലോ. മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനു മുമ്പ് നടന്ന മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ലിങ്കുകളും അയച്ചു തരുന്നതായിരിക്കും. 1. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 2 ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 25 വാക്യങ്ങൾ. 2. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 2 ആദ്യത്തെ തലക്കെട്ട് എന്താണ്? ഉത്തരം കാനായിലെ വിവാഹ വിരുന്ന്. 3. എവിടെയാണ് 3-ാം ദിവസം ഒരു വിവാഹ വിരുന്ന് നടന്നത്? ഉത്തരം ഗലീലയിലെ കാനായിൽ. 4. ഗലീലയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്ന സ്ഥലത്ത് ആരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം യേശുവിൻ്റെ അമ്മ. 5. യേശുവും ശിഷ്യന്മാരും എന്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു? ഉത്തരം വിരുന്നിന്. 6. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ ആരോടാണ് ആ കാര്യം പറഞ്ഞത്? ഉത്തരം യേശുവിനോട്. 7. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം അവർക്ക് വീഞ്ഞില്ല. 8. അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞപ്പോൾ യേശു അവളോട് എന്താണ് പറഞ്ഞത്? ഉത്തരം സ്ത്രീയെ, നിനക്കും എനിക്കും നിനക്കും എന്ത്? 9. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു അമ്മയോട്. 10. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. 11. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശുവിൻ്റെ അമ്മ പരിചാരകരോട്. 12. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു? ഉത്തരം 6 കൽഭരണികൾ. 13. എന്തിലാണ് 2-3 അളവ് കൊള്ളുമായിരുന്നത്? ഉത്തരം ഓരോ കൽഭരണിയിലും. 14. ഭരണിയിൽ എന്ത് നിറയ്ക്കുവിനെന്നാണ് യേശു അവരോട് കൽപ്പിച്ചത്? ഉത്തരം വെള്ളം. 15. യേശു കൽപ്പിച്ചതനുസരിച്ച് അവർ എന്തു ചെയ്തു? ഉത്തരം അവയെല്ലാം വക്കോളം നിറച്ചു. 16. കൽഭരണികൾ വക്കോളം നിറച്ചു കഴിഞ്ഞപ്പോൾ യേശു എന്തു പറഞ്ഞു? ഉത്തരം ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ. 17. ഇനി പകർന്ന് കലവറക്കാരൻ്റെ
അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് യേശു പറഞ്ഞപ്പോൾ പരിചാരകർ എന്തു ചെയ്തു? ഉത്തരം, അവർ അപ്രകാരം ചെയ്തു. 18. കലവറക്കാരൻ വീഞ്ഞായി മാറിയ എന്ത് രുചിച്ചു നോക്കി? ഉത്തരം, വെള്ളം. 19. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. 20. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല, എന്നാൽ ആര് അറിഞ്ഞിരുന്നു? ഉത്തരം, വെള്ളം കോരിയ പരിചാരകർ. 21. എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. ആര് ആരോടാണ് പറഞ്ഞത്? ഉത്തരം, കലവറക്കാരൻ മണവാളനെ വിളിച്ച്. 22. ഏതു തരം വീഞ്ഞ് ആണ് ആദ്യം വിളമ്പുന്നത്? ഉത്തരം, മേൽത്തരം. 23. യേശു എന്ത് വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം? ഉത്തരം, തൻ്റെ മഹത്വം. 24. ഗലീലിലെ കാനായിൽ ചെയ്ത അത്ഭുതത്തെ തുടർന്ന് ആരാണ് അവനിൽ വിശ്വസിച്ചത്? ഉത്തരം, ശിഷ്യന്മാർ. 25. കാനായിലെ അത്ഭുതത്തെ തുടർന്ന് യേശു ആരോട് കൂടിയാണ് കഫർനാമിലേക്ക് പോയത്? ഉത്തരം, തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യരോടും കൂടി. 26. വിശുദ്ധ യോഹന്നാൻ അധ്യായം 2 രണ്ടാമത്തെ തലക്കെട്ട്? ഉത്തരം, യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. 27. എന്ത് അടുത്തിരുന്നതിലാണ് യേശു ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം, യഹൂദരുടെ പെസഹ. 28. യേശു എന്തെല്ലാമാണ് ദേവാലയത്തിൽ കണ്ടത്? ഉത്തരം, കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും. 29. യേശു കയറുകൊണ്ട് എന്തുണ്ടാക്കി? ഉത്തരം, ചമ്മട്ടി. 30. അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം എന്ത് ചെയ്തു? ഉത്തരം, ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. 31. നാണയമാറ്റുകാരുടെ എന്താണ് യേശു ചിതറിച്ചത്? ഉത്തരം, നാണയങ്ങൾ. 32. പ്രാവുകൾ വിൽക്കുന്നവരോട് യേശു എന്താണ് കൽപ്പിച്ചത്? ഉത്തരം, ഇവയെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുവിൻ. 33. എന്ത് നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, എൻ്റെ പിതാവിൻ്റെ ആലയം. 34. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ആരാണ് അനുസ്മരിച്ചത്? ഉത്തരം, യേശുവിൻ്റെ ശിഷ്യന്മാർ. 35. ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? ആര് ആരോട് ചോദിച്ചു? ഉത്തരം, യഹൂദർ യേശുവിനോട്. 36. നിങ്ങൾ ഈ ദേവാലയം എന്ത് ചെയ്യുക എന്നാണ് യേശു യഹൂദന്മാരോട് പറഞ്ഞത്? ഉത്തരം, നശിപ്പിക്കുക. 37. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, എത്ര ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, 3 ദിവസത്തിനകം. 38. ജെറുസലേം ദേവാലയം പണിയാൻ എത്ര സംവത്സരം എടുത്തു? ഉത്തരം, 46 സംവത്സരം. 39. ദേവാലയം എന്നതുകൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത്? ഉത്തരം, തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റി. 40. എന്തുകൊണ്ടാണ് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചത്? ഉത്തരം, പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരുന്നപ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട്.